ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു അറിവിലേക്ക് സ്വാഗതം. അതിനു മുമ്പ് ഒരു ചെറിയ നിർദ്ദേശം. ഞാൻ പോസ്റ്റ് ചെയ്യുന്ന അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കളും കൂടി മനസ്സിലാക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നവർ ഓരോ പോസ്റ്റിനും താഴെയുള്ള ഷെയർ എന്നതിൽ അമർത്തി ഷെയർ പോസ്റ്റ് നൗ എന്നത് സെലക്ട് ചെയ്യുക. ഷെയർ ചെയ്യാൻ മടിയുള്ളവർ പോസ്റ്റ് കണ്ടു എന്നത് ലൈക്ക് ബട്ടണെങ്കിലും അമർത്തി അറിയിക്കുക. നമുക്കിനി അറിവിലേക്ക് കടക്കാം. പ്രിയ കൂട്ടുകാർക്ക് നമസ്കാരം. ആൻഡ്രോയിഡ് ഫോണിൽ വാട്സാപ്പ് ഉപയോഗിക്കുന്ന കൂട്ടുകാർക്കറിയാം, വാട്സാപ്പിൽ വരുന്ന ഇമേജസ് അല്ലെങ്കിൽ വീഡിയോസ് ഇവ എല്ലാം തന്നെ സേവ് ആവുന്നത് നമ്മുടെ മൊബൈലിലെ ഡിവൈസ് മെമ്മറിയിലാണ്. SD കാർഡിലല്ല അത്തരം ഫയലുകൾ സേവ് ആവുക. അതുമൂലം ഡിവൈസ് മെമ്മറി വളരെ കുറവുള്ള ഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് പലപ്പോഴും ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ നോക്കുമ്പോഴേക്കും മെമ്മറി ഫുള്ളായി എന്ന മെസ്സേജുകളായിരിക്കും കാണാൻ സാധിക്കുക. പല കൂട്ടുകാരും ചോദിക്കാറുണ്ട്, വാട്സാപ്പിൻ്റെ ഈ ഡീഫോൾട്ട് സ്റ്റോറേജ് മറ്റൊരു ഫോൾഡറാക്കി, അതായത് എക്സ്റ്റേണൽ SD കാർഡിലെ ഒരു ഫോൾഡറാക്കി സെറ്റ് ചെയ്യാൻ സാധിക്കുമോ എന്ന്. അങ്ങനെ ഒരു ഓപ്ഷൻ ശരിക്കും നമ്മുടെ വാട്സാപ്പിൽ ഇല്ല. ഇവിടെ ഞാൻ നിങ്ങൾക്കായി ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തുകയാണ്. ആൻഡ്രോയിഡ് ഫോൺ ഉപയോഗിക്കുന്ന കൂട്ടുകാർ, അതിൽ ആൻഡ്രോയിഡ് വേർഷൻ 4.0 തൊട്ട് 4.3 വരെ ഉപയോഗിക്കുന്നവർക്ക് മാത്രമേ ഈ ആപ്ലിക്കേഷൻ വർക്ക് ആവുകയുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം, നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സാപ്പിൽ റിസീവ് ചെയ്യുന്ന ആ ഇമേജുകളും വീഡിയോകളും അതിൻ്റെ ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ഫോൾഡറിലേക്ക് അത് ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്യുന്ന ഇടവേളകളിൽ മാറിക്കൊണ്ടിരിക്കുമെന്നാണ്. അതായത് നിങ്ങൾ 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മണിക്കൂർ എന്നൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഓരോ മിനിറ്റ് കൂടുന്തോറും നിങ്ങളുടെ ഫോണിലെ വാട്സാപ്പിൻ്റെ വരുന്ന ഇമേജുകൾ, അത് വാട്സാപ്പിലെ ഇമേജസ് എന്ന ഒരു ഫോൾഡറിലാണല്ലോ സേവ് ആവുക, അതിൽ നിന്നും നിങ്ങൾ സെറ്റ് ചെയ്യുന്ന എക്സ്റ്റേണൽ SD കാർഡിലെ ഒരു ഫോൾഡറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ആപ്ലിക്കേഷൻ തന്നെ മൂവ് ചെയ്യിച്ചോളും. അങ്ങനെ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിലുള്ള സ്പേസ് കുറവിൻ്റെ പ്രശ്നം അത് പരിഹരിക്കപ്പെടും. നമുക്കിത് എങ്ങനെ ഉപയോഗിക്കാമെന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ആൻഡ്രോയിഡ് വെർഷൻ 4.0 തൊട്ട് 4.3 വരെ മാത്രമേ ഇത് വർക്ക് ചെയ്യുകയുള്ളൂ. ഈ ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് തന്നെ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഫോർമാറ്റിലുള്ള ചിത്രങ്ങളോ അല്ലെങ്കിൽ വീഡിയോകളോ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ഫോൾഡറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യിക്കാനും സാധിക്കും. അതായത് നിങ്ങളുടെ ആൻഡ്രോയിഡ് ഫോണിലുള്ള MP4 എന്ന വീഡിയോ ആണ് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ MP4 വെച്ചിട്ടുള്ള എല്ലാ വീഡിയോകളും തന്നെ നിങ്ങൾ നിർദ്ദേശിക്കുന്ന ഒരു ഫോൾഡറിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യിക്കാനും ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. ഞാൻ അത് ഇതിൽ വിശദീകരിക്കുന്നില്ല. ഇവിടെ വാട്സാപ്പിലെ ഇമേജസ് എങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യിക്കാം എന്ന് മാത്രമാണ് നിങ്ങൾക്കിവിടെ പറഞ്ഞു തരുന്നത്. നമുക്ക് ഒരു ഇമേജ് വാട്സാപ്പിൽ വന്നാൽ അത് ഡൗൺലോഡ് ആവുക സാധാരണയായിട്ട് ഡിവൈസ് മെമ്മറിയിലേക്ക് ആയിരിക്കുമല്ലോ. ഡിവൈസ് മെമ്മറിയിലെ വാട്സാപ്പ് എന്ന ഫോൾഡറിൽ, മീഡിയ എന്ന ഫോൾഡറിൽ വാട്സാപ്പ് ഇമേജസ്, വാട്സാപ്പ് വീഡിയോസ് എന്നൊക്കെ കുറേ ഫോൾഡറുകളുണ്ടാവും. അതിൽ വാട്സാപ്പ് ഇമേജസ് എന്നതിലേക്കായിരിക്കും ഇമേജുകൾ സേവ് ആവുക. അതിനു പകരം SD കാർഡിലെ ഫോൾഡറിലേക്ക് അവ ഓട്ടോമാറ്റിക്കായി എത്തിക്കാൻ ഞാൻ തന്നിരിക്കുന്ന റീഡയറക്ട് പ്രോ എന്ന ആപ്ലിക്കേഷൻ ഓപ്പണാക്കി ടാസ്ക് എന്ന ടാബിനു കീഴെയുള്ള ഓപ്ഷനുകളിൽ നിന്നും ഫോൾഡർ റീഡയറക്ട് എന്നത് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്കിവിടെ സോഴ്സ് ഫോൾഡർ എന്നും ഡെസ്റ്റിനേഷൻ ഫോൾഡർ എന്നും 2 ഓപ്ഷനുകൾ കാണാൻ സാധിക്കും. ഇവിടെ സോഴ്സ് ഫോൾഡർ എന്നതിന് നേരെയുള്ള ഫോൾഡറിൻ്റെ ഐക്കണിൽ സെലക്ട് ചെയ്ത് നമുക്ക് ഇൻറ്റേർണൽ സ്റ്റോറേജിന് കീഴിലുള്ള വാട്സാപ്പ് എന്ന ഫോൾഡർ സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇവിടെ വാട്സാപ്പ് എന്ന് നമുക്ക് സെർച്ച് ചെയ്ത് കൊടുക്കാം. തുടർന്ന് മീഡിയ എന്ന ഫോൾഡറിൽ, അതായത് വാട്സാപ്പിൻ്റെ കീഴിലുള്ള മീഡിയ എന്ന ഫോൾഡറിലെ വാട്സാപ്പ് ഇമേജസ് എന്ന ഫോൾഡർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. തുടർന്ന് നമുക്ക് താഴെയായിട്ട് സെലക്ട് കറൻറ്റ് ഫോൾഡർ എന്നൊരു ബട്ടൺ കാണാം, അത് സെലക്ട് ചെയ്യുക. അടുത്തതായിട്ട് നമുക്ക് ഡെസ്റ്റിനേഷൻ ഫോൾഡർ എന്നതിൽ ഏത് ഫോൾഡറിലേക്കാണോ നമുക്ക് ആ ഇമേജുകൾ ഓട്ടോമാറ്റിക്കായിട്ട് മൂവ് ചെയ്യിക്കേണ്ടത്, അതിനായിട്ട് എക്സ്റ്റേണൽ കാർഡിലെ ഒരു ഫോൾഡർ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ താഴെയായിട്ടുള്ള പ്ലസ് ബട്ടൺ പ്രസ് ചെയ്ത് ഒരു പുതിയ ഫോൾഡർ അവിടെ ക്രിയേറ്റ് ചെയ്യാം. നമ്മളിവിടെ മൂവ്ഡ് വാട്സാപ്പ് ഫോട്ടോസ് എന്നൊരു ഫോൾഡർ ഉണ്ടാക്കി ഇവിടെ ഓക്കെ എന്ന് കൊടുത്തു. തുടർന്ന് താഴെയായിട്ട് സെലക്ട് കറൻറ്റ് ഫോൾഡർ എന്നത് നമ്മൾ പ്രസ് ചെയ്യണം, എന്നാൽ മാത്രമേ ആ ഫോൾഡർ സെലക്ട് ആവുള്ളൂ. ഇവിടെ താഴെയായിട്ട് നമുക്ക് അഡ്വാൻസ്ഡ് ഓപ്ഷൻസ് എന്ന ഒരു ഭാഗം കാണാൻ സാധിക്കും. ഇവിടെ ആവശ്യമെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ മാറ്റം വരുത്താം. നിങ്ങളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഡിലീറ്റ് സോഴ്സ് ഫോൾഡർ ഇഫ് എംപ്റ്റി എന്നത് മാത്രം ടിക്ക് ഇടുക. നമുക്ക് വാട്സാപ്പിലെ ഫയലുകൾ, വാട്സാപ്പിൽ വന്ന ഇമേജുകൾ ആ ഡീഫോൾട്ട് ഡയറക്ടറിയിൽ നിന്നും നമ്മൾ സെലക്ട് ചെയ്ത പുതിയ ഫോൾഡറിലേക്ക് മൂവ് ആയാൽ നിലവിലുള്ള ഫോൾഡർ ഡിലീറ്റ് ആക്കണോ എന്നാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അത് മാത്രം ടിക്ക് ഇടുക, തുടർന്ന് ഓക്കെ കൊടുക്കുക. അടുത്തായിട്ട് നമുക്ക് ക്രിയേറ്റ് ഫോൾഡർ റീഡയറക്ട് എന്ന ബട്ടൺ അമർത്താം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓട്ടോമാറ്റിക്കായിട്ട് വർക്ക് ചെയ്യിക്കുന്നതിനുള്ള സെറ്റിങ്സ് ആണ്. ഇവിടെ വലതുവശത്ത് മുകളിലായി കാണുന്ന സെറ്റിങ്സ് എന്നത് സെലക്ട് ചെയ്തിട്ട് നമ്മളിവിടെ റീഡയറക്റ്റിംഗ് എന്നതിന് ഒപ്പമുള്ള ടിക്ക് മാർക്ക് ഇടുക. തുടർന്ന് താഴെ ബാക്ക്ഗ്രൗണ്ട് സർവീസ് എന്നത് സെലക്ട് ചെയ്യുക. അതിന് താഴെ ബാക്ക്ഗ്രൗണ്ട് സർവീസ് ഇൻ്റർവെൽ എന്നതിൽ എത്ര മിനിറ്റ് കൂടുമ്പോൾ അല്ലെങ്കിൽ എത്ര മണിക്കൂർ കൂടുമ്പോഴാണ് ഓട്ടോമാറ്റിക്കായിട്ട്
നമ്മൾ സെറ്റ് ചെയ്ത ഫോൾഡറിലേക്ക് വാട്സാപ്പ് ഇമേജസ് എന്ന ഫോൾഡറിലെ ഡാറ്റകൾ മൂവ് ആവേണ്ടത് എന്ന് സെലക്ട് ചെയ്യാം. ഇവിടെ ഞാൻ 1 മിനിറ്റ് എന്നത് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇത്രയും ചെയ്താൽ വാട്സാപ്പിൽ വരുന്ന വാട്സാപ്പ് ഇമേജസ് എന്ന ഡിവൈസ് മെമ്മറിയിലെ ഫോൾഡറിലെ ഇമേജുകൾ എല്ലാം തന്നെ പുതിയതായി നമ്മൾ നിർമ്മിച്ച ഫോൾഡറിലേക്ക് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച സമയത്തെ ഇടവേളകളിൽ ഓട്ടോമാറ്റിക്കായി മൂവ് ചെയ്തോളും. ചിത്രങ്ങൾ പുതിയ ഫോൾഡറിലേക്ക് മൂവ് ആയാലും ഗാലറിയിൽ ചിലപ്പോൾ ചിത്രത്തിൻ്റെ തമ്പനെയിൽ കാണിച്ചു തന്നിരിക്കും. അത് ഗാലറി ക്യാഷെയാണ്. പക്ഷേ ആ ഇമേജുകൾ എല്ലാം തന്നെ പുതിയ ഫോൾഡറിലേക്ക് മൂവ് ആയിരിക്കുന്നതിനാൽ നമുക്ക് നമ്മുടെ ഡിവൈസ് മെമ്മറി സ്പേസ് കൂടുതലായി ഫ്രീ ആയിട്ടുണ്ടാവും. മറ്റൊരു അറിവായി